എല്ലാവർക്കും നമ്മുടെ എവരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എവരിയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പിഞ്ചസുകൾക്കുള്ള ഫുഡുകളെ പറ്റിയാണ്. ഇവരെ ഫുഡുകൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് നമ്മളെ രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത ഫുഡുകൾ, അതുപോലെ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പാരൻസിന് കൊടുക്കേണ്ട എന്തൊക്കെ ഫുഡുകളൊക്കെ പറ്റിയുള്ള വെജിറ്റബിൾ, അതുപോലെ ഇലവർഗ്ഗങ്ങൾ, ഇതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അന്നപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവർക്ക് പിന്നെ എന്തൊക്കെ ഇലവർഗ്ഗങ്ങൾ കൊടുക്കാമെന്നതിനെ പറ്റി നമുക്ക് നോക്കാം. പനിക്കൂർക്കൽ ഇവർക്ക് കൊടുക്കാം. ഈ പനിക്കൂർക്കൽ കൊടുക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് അത് ഡെയിലി കൊടുക്കരുത്. നമ്മളൊരു മാസത്തിൽ ഒരു 2 തവണ ഒക്കെ കൊടുക്കുക. ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വിരശല്യം പോലത്തെ അസുഖങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. നാച്ചുറൽ മെത്തേഡിൽ ഈ വിരശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. ഇവർ എന്തെങ്കിലും നമ്മൾ ഈ വെള്ളത്തിൽ നിന്നൊക്കെ കാഷ്ടമൊക്കെ ഒത്തി കഴിക്കുക, അതുപോലെ നമ്മൾ കുടിക്കാൻ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അതിൽ കാഷ്ടം വീണ് കുടിക്കുമ്പം, അതുപോലെ നമ്മൾ വെജിറ്റബിൾ ഫുഡൊക്കെ കൊടുക്കുമ്പം സാധാരണ അതിന് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പഴുകി കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന ഈ വിരകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അതുകൊണ്ട് തന്നെ ഇതെന്താ, ഇലവർഗ്ഗങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളിത് ഡെയിലി കൊടുക്കാൻ പാടില്ല. ഒരു മാസത്തിൽ 1-2 തവണയൊക്കെ കൊടുക്കുക. അത് പറഞ്ഞാൽ ഈ മക്കളെ ഫീഡ് ചെയ്യുന്ന സമയത്ത്, കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കരുത്. അല്ലാത്ത സമയങ്ങൾ കൊടുക്കുക. എഗ്ഗ് ചെയ്ത് ഇവർ വിരിഞ്ഞ് കിടക്കുമ്പോൾ ഈ ചിക്സിന് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നീട് ഇവർക്ക് നമുക്ക് തുളസിയില കൊടുക്കാം. തുളസിയില നല്ല ഔഷധമുള്ള ഇലയാണ്. എന്തെങ്കിലും തൂക്കൽ ഫംഗലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ലതാണ്. ഇവരെ ബ്രീഡിങ്ങിന്, അതുപോലെ ഹെൽത്തിന്. പ്രതിരോധശേഷി വളരെ കുറവുള്ളൊരു ബേഡാണിത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഇലവർഗ്ഗങ്ങൾ നമുക്ക് കൊടുക്കാം. ഈ മല്ലിച്ചപ്പ്, പിന്നെ തുളസിയില, പുതിന, അതുപോലെ ചീരയിലൊക്കെ നമുക്ക് കൊടുത്ത് പഠിക്കുന്നത് ഏറ്റവും നല്ലത്. ഈ മല്ലിച്ചപ്പൊക്കെ കൊടുത്താൽ ഇവർക്ക് ബ്രീഡിങ്ങിന് മുട്ടയിടാനൊക്കെ നല്ല സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കാൽസ്യം ഒരു അനിവാര്യമായൊരു സാധനമാണ് കാൽസ്യം. അതിനു വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കാൽസ്യം ബ്ലോക്ക്, അതുപോലെ കണവനാശി. ഇത് നമ്മൾ ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഇവർക്ക് ഡെയിലി ഇവരെ കൂട്ടിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ സീഡുകൾ, ഒന്നാമത് പൊതുവെ നമ്മൾ കൊടുത്തു വരുന്ന സാധനം തിനയാണ്. തിനേൻ്റെ ഒപ്പരം നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സാധനം ഫീഡ് മിക്സുകൾ കൊടുക്കാം. അതുപോലെ തന്നെ മുത്താറി, റാഗി അങ്ങനത്തെയൊക്കെ നമുക്ക് കൊടുത്ത് പഠിപ്പിച്ചാൽ ഇവർ നല്ലവണ്ണം കഴിച്ചേക്കാം. പിന്നീട് നമുക്ക് തുടർച്ചയായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 1-2 തവണ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഫുഡാണ് എഗ് ഫുഡ്. ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് അത് നല്ലവണ്ണം ക്രഷ് ചെയ്ത് വേണ്ടി പാത്രത്തിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് കൂടി ക്രഷ് ചെയ്തിട്ട് 3ഉം കൂടി കൂട്ടി വെച്ച് കൊടുക്കാം. പിന്നെ ആദ്യമൊക്കെ ഇവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ ചില ബേഡുകൾ കഴിക്കില്ല. അവരെങ്ങനെ നമ്മൾ കഴിപ്പിക്കണമെന്ന് വെച്ചാൽ, അത് രാവിലെ മറ്റ് സീഡുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. ആദ്യമൊന്നും അവർ കഴിക്കില്ല. പിന്നെ അതെന്തെങ്കിലും നമ്മൾ ഒരു കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ അതങ്ങ് ശീലിച്ച് അവർ കഴിച്ചു പോകുന്നു. വേറൊരു ബേഡ് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ അവർ കുത്തി കഴിച്ച് ശീലിച്ചു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസിനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക.